ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഇമ്മാനുവൽ സീൽസ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര പദ്ധതിയുടെ ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയുടെ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. മാനസമിത്ര ട്രെയിനിംഗ് ഓഫ് ട്രെയിനേഴ്സ് എന്ന പേരിൽ നടക്കുന്ന ശില്പശാല പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ അഡിക്ഷൻ, ലഹരി ഉപയോഗം ഇതെല്ലാം എന്നൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. പല വിദ്യാലയങ്ങളിലും ചില വിദ്യാർത്ഥികളെയാണ് ഈ ലഹരിയുടെ കരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും എംഎൽഎമാർ ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പല അച്ഛനമ്മമാരും കുട്ടി ലഹരി ഉപയോഗിച്ചതിന് ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടാൽ പോലും അത് പുറത്തു പറയാൻ വേണ്ടി കഴിയുന്നില്ല. ഞങ്ങൾ ക്യാമ്പസുകളിൽ കൂടുതൽ കൗൺസിലേഴ്സിനെ പോവുകയാണ്. കുട്ടികൾക്ക് ഒരു സമാധാനം, സ്ട്രെസ്സില്ലായ്മ, ശാന്തമായി പഠിക്കുക, മറ്റ് തെറ്റായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കുക, ഇതിനൊക്കെ തന്നെ നമ്മൾ അക്കാഡമിക് കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരൊപ്പം തന്നെ ട്യൂഷൻ ക്ലാസ് കുട്ടികളെ കൊണ്ടുപോകുന്ന പ്രാധാന്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾക്കും ഒരു പരിഗണന കൊടുക്കേണ്ട അത്യാവശ്യമാണ്. മുഹമ്മദ് മുഹസിൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. മെന്റൽ ഹെൽത്ത് മേഖലയിൽ ഇടപെടാനുള്ള ആളുകളുടെ കുറവ്, ഒന്ന് അഫോർഡബിൾ അല്ല, രണ്ട് അപ്രോച്ചബിൾ അല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് അതിൽ നിന്ന് ഉയർന്നു വന്നു. അപ്പോഴാണ് നമ്മളും ഇത് അത്ര പ്രധാനപ്പെട്ട മേഖലയാണ് എന്നുള്ളത് നമുക്കറിയാമായിരുന്നെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു പ്രത്യേക പദ്ധതിയും പരിപാടിയുമായിട്ട് ഇടപെടേണ്ട കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ അപ്രോച്ചബിളും അഫോർഡബിളും അല്ല എന്നുള്ളതും ഈ സൈക്കോളജിസ്റ്റുകളാണെങ്കിലും സൈക്യാട്രിസ്റ്റുകളാണെങ്കിലും ഒക്കെ അവൈലബിൾ ആവുന്നത് വളരെ കുറവും, പിന്നെ വലിയ സാമ്പത്തിക ബാധ്യതയുമായി സാധാരണക്കാരന് അതിൻ്റെ ഗുണം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നമ്മളെ യങ്സ്റ്റേഴ്സ് കടന്നു പോകുന്ന പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, നമ്മളൊക്കെ കടന്നുപോയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു സഹായം ആവശ്യമായിട്ട് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന യൂത്ത് സമ്മിറ്റിൽ നിന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയത്. ഡോക്ടർ ഹംസ പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശ്രദ്ധ കൺവീനർ KP ആഷിഫ് പദ്ധതി വിശദീകരണം നടത്തി. വർക്ക്ഷോപ്പ് കോർഡിനേറ്റർ ഡോക്ടർ ഷാരോൺ ആമുഖ പ്രഭാഷണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാർ AEO സുമതി ടീച്ചർ, പാലക്കാട് DPC ജയപ്രകാശ്, BPC VP മനോജ്, പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് M, സ്കോൾ കേരള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിനേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്തെ പ്രമുഖ സൈക്കോളജിസ്റ്റുകൾ, സൈക്കാർട്ടിസ്റ്റുകൾ, ഡോക്ടർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, സ്കോൾ കേരള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണമുണ്ടാകുന്ന ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങി ലഹരി അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് മാനസമിത്ര പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. സ്കോൾ കേരളയുമായി സഹകരിച്ചാണ് ശില്പശാല നടത്തുന്നത്.